Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് നമുക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ്. പല ആൾക്കാരും വാഹനം ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ ഓടിച്ചു വരുന്ന അവസരങ്ങളിൽ ടേൺ എടുക്കുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും സംഭവിക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ഏറ്റവും നന്നായിട്ട് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ വാഹനം തിരിഞ്ഞ് കൃത്യമായിട്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കയറുന്നത് നിങ്ങളെ ഞാൻ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. നമ്മുടെ വാഹനം ഇവിടെ കിടപ്പുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കയറി നോക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. നമ്മളിത് ആ ഒരു ജംഗ്ഷനിലേക്ക് വാഹനവുമായിട്ട് വരുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ജംഗ്ഷനിൽ നിന്ന് വാഹനം ഓടിക്കുന്ന ബിഗിനേഴ്സിന് റൈറ്റ് ടേൺ എടുക്കാനാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട്. കാരണം ഓൾറെഡി നമ്മളുടെ വാഹനം വരുന്ന റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെ നിന്ന് നമ്മൾ റൈറ്റ് ടേൺ എടുത്തിട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടതുവശത്തേക്ക് നമ്മുടെ വാഹനം കയറണം. പല ആൾക്കാരും വാഹനം കയറുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുമ്പോൾ റൈറ്റ് എടുക്കുന്ന അവസരങ്ങളിൽ അവിടുന്ന് തിരിഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, അതായത് ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പലപ്പോഴും വാഹനം പോകാറുണ്ട്. അത് കൃത്യമായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. എന്നാലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു റോഡിൽ വരുമ്പോൾ ലെഫ്റ്റ് ടേൺ എടുക്കുക വളരെ ഈസി ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം ഓൾറെഡി നമ്മൾ വാഹനവുമായിട്ട് വരുന്നത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് വാഹനം മുന്നോട്ട് വന്നിട്ട് ലെഫ്റ്റ് എടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ റൈറ്റ് ടേൺ എടുക്കുന്നത് ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കാം, അതിനുശേഷം ലെഫ്റ്റ് ടേൺ എടുക്കുന്നത് കൃത്യമായിട്ട് കാണിക്കാം. നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുന്നത് കൃത്യമായിട്ട് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മെല്ലെ മുന്നോട്ട് വരുന്നു. ഓക്കെ, നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു റോഡിൻ്റെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് വന്നതിന് ശേഷം ഒരുപാട് വാഹനം നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന റോഡിൻ്റെ മുന്നിലേക്ക് വരരുത്. ഏകദേശം വണ്ടിയുടെ ആ ഒരു ബമ്പറൊക്കെ ഏകദേശം വരുന്ന അളവിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഈ ഒരു മിററില്ലേ, ഈ ഒരു മിറർ ഏകദേശം ആ കാണുന്ന റോഡിൻ്റെ എൻഡുമായിട്ട് ഏകദേശം ഈ ഒരു ലെവലിൽ വരുമ്പോൾ നിങ്ങൾ വാഹനം നിർത്തുക. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ലെവലിൽ വരുമ്പോൾ വാഹനം ഒന്ന് നിർത്തി കൊടുക്കുക. നിർത്തി കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഓൾറെഡി വാഹനത്തിൻ്റെ ടയർ നേരെയാണ്, സ്റ്റിയറിംഗ് നേരെയാണ്. ഏകദേശം നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഒരു 1.5 റൗണ്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ വാഹനം പൂർണ്ണമായിട്ടും റൈറ്റ് സൈഡിലേക്ക് ഓടിയും. അപ്പോൾ നമുക്ക് അത്രയധികം തിരിച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഓൾറെഡി സ്റ്റിയറിംഗ് നേരെയാണ്. ഇത് ഞാൻ ഒരു റൗണ്ട് തിരിച്ചു. ഓക്കെ, ഒരു റൗണ്ട് തിരിച്ചിട്ട് ഞാൻ മെല്ലെ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, വാഹനം ഞാൻ മെല്ലെ മുന്നോട്ടെടുക്കുന്നു. ദേ വാഹനം മുന്നോട്ട് എടുക്കുന്നു. ഇപ്പോൾ തന്നെ ഓൾറെഡി വാഹനം തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ആവറേജ് തിരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തിരിഞ്ഞു വരുന്ന അവസരങ്ങളിൽ നമുക്കിനി കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മളിത് തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇവിടെ നമുക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, തിരിച്ച് ആ ഒരു റൗണ്ട് നിങ്ങൾ നേരെയാക്കി കൊടുക്കുക. നിങ്ങൾ നോക്കിക്കേ, ഞാൻ ആ തിരിച്ച ഒരു റൗണ്ട് നേരെയാക്കി കൊടുത്തു. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടും വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നു. ഇനി ഒരു 1/2 റൗണ്ടും കൂടെ നമ്മൾ അവിടെ തിരിയുന്ന അവസരങ്ങളിൽ സ്റ്റിയറിംഗ് തിരിച്ചായിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് ഓടുകയും തിരിഞ്ഞു വരുന്ന അവസരങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡ് വരാൻ കഴിയത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ആവറേജ് ചെറിയ ജംഗ്ഷനിൽ നമ്മൾ ഒരു റൈറ്റ് ടേൺ എടുക്കുമ്പോൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് നിങ്ങൾ വണ്ടിയുടെ ടയർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് നേരെയാകുന്ന പൊസിഷനിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് കൃത്യമായിട്ടും വന്നതിന് ശേഷം നിങ്ങൾ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നതാണ്. ഞാനിപ്പോൾ വണ്ടി റിവേഴ്സ് എടുക്കുകയാണ്. ഓക്കെ, റിവേഴ്സ് എടുത്ത് ചെറിയൊരു ഇടവഴി റോഡിലേക്ക് നമ്മുടെ വാഹനം കയറുകയാണ്. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇപ്പം ഞാനൊരു ജംഗ്ഷനിൽ ഒരു മെയിൻ റോഡിലാണ് വന്നേക്കുന്നത്. ഇനി നിങ്ങൾ റെഫറൻസ് പോയിൻ്റായിട്ട് എടുക്കേണ്ടത്, അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിൻ്റെ എൻഡ് ഭാഗം, അതായത് ഫസ്റ്റ് എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നോക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് തിരിയാൻ പോകുന്ന ആ റോഡിൻ്റെ എൻഡും ഈ ഒരു എ പില്ലറിൻ്റെ ഭാഗവും കൃത്യമായിട്ട് വരുമ്പോൾ നിങ്ങൾ വാഹനം സ്ലോ ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കി, ആ റോഡിൻ്റെ എൻഡ് നമുക്ക് കാണാം, എ പില്ലറിൻ്റെ ഈ ഒരു ഭാഗവും കാണാം. ഇനി ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കുക. നിങ്ങൾ നോക്കുക, ഞാനിത് ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിക്കുന്നു. അതിനുശേഷം ഞാനിത് മെല്ലെ വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കിക്കേ,
മെല്ലെ വണ്ടി മുന്നോട്ടെടുത്തു. മുന്നോട്ടെടുത്ത് വരുന്ന അവസരങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ റണ്ണിങ് നിലനിർത്തി നിങ്ങൾ ഒരു അര റൗണ്ടും കൂടെ തിരിച്ചു കൊടുക്കുക. ദേ ഓക്കെ, അര റൗണ്ടും കൂടെ തിരിച്ചു കൊടുത്ത് വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഒരു അര റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ച് നേരെയാക്കുന്നു. വീണ്ടും ഞാനിത് ഒരു റൗണ്ടും കൂടെ തിരിച്ചപ്പോൾ വാഹനം റോഡിൽ സ്ട്രെയിറ്റ് ആയി. ഇവിടെ നമുക്ക് 1.5 റൗണ്ട് തിരിക്കേണ്ട വന്നതിൻ്റെ കാര്യം എന്താണ്? ഉത്തരം വളരെ സിമ്പിളാണ്. ഓൾറെഡി നമ്മളുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡാണ്, തിരിയുന്നതും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സ്പേസ് കുറവുണ്ട്. അപ്പോൾ സ്പേസ് കുറവുള്ള സമയത്ത് നമുക്ക് കൂടുതലായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കണം. എന്നാൽ റൈറ്റ് സൈഡ് തിരിഞ്ഞപ്പോൾ അങ്ങനെയല്ല. നമ്മൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നതിന് ശേഷം നമുക്ക് ഏകദേശം റോഡിൻ്റെ സെൻറ്ററിലൂടെ തിരിഞ്ഞു പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസ് വരുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് തിരിച്ചത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് കരുതുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് കൂടുതൽ സംശയമുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. നിങ്ങൾ നോക്കുക, നമ്മൾ ലെഫ്റ്റ് ടേൺ എടുക്കാൻ പറ്റുന്ന ആ ഒരു സ്പേസിലേക്ക് വരികയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വാഹനത്തിൻ്റെ എ പില്ലറിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നിങ്ങൾ റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുക. ഓക്കെ, ഞാനത് റെഫറൻസ് പോയിന്റ് ആയിട്ട് വെക്കുന്നു. ഓക്കെ, ഏകദേശം നിങ്ങൾ നോക്കുക, നമ്മളുടെ എ പില്ലറിൻ്റെ ആ ഒരു ഭാഗവും ആ സൈഡിൽ നമ്മൾ തിരിയാൻ പോകുന്ന റോഡിൻ്റെ എൻഡ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നമ്മളുടെ വാഹനം റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു റൗണ്ട് ഞാനിത് സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കും. നിങ്ങൾ നോക്കുക, ഞാൻ ഒരു റൗണ്ട് സ്റ്റിയറിംഗ് ഇപ്പോൾ തിരിച്ചു. അതിനുശേഷം മെല്ലെ വാഹനം മുന്നോട്ട് എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, നമ്മൾ വാഹനം മെല്ലെ മുന്നോട്ട് എടുക്കുന്നു. ഇവിടെ നമ്മൾ തിരിഞ്ഞു വരികയാണ്. തിരിഞ്ഞു വരുന്നത് നമ്മൾ ഓൾറെഡി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ തിരിയണം, കാരണം ഇവിടെ സ്പേസ് കുറവാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു അര റൗണ്ടും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുത്ത് ഇതേ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വന്നു. അതിനുശേഷം വീണ്ടും സ്റ്റിയറിംഗ് നമ്മൾ നേരെയാക്കി കൊടുത്തു. നേരെയാക്കി കൊടുത്തപ്പോഴത്തേന് നമുക്ക് കൃത്യമായിട്ട് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് വരാൻ കഴിഞ്ഞു. ഇത് നമുക്ക് ഒരു റൗണ്ട് അല്ലെങ്കിൽ 1.5 റൗണ്ടൊക്കെ ഒരു പരിധി വരെ നമുക്ക് വാഹനം ടേൺ എടുക്കുന്ന അവസരങ്ങളിൽ ലെഫ്റ്റ് ടേൺ എടുക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ചില റോഡുകളിൽ നമുക്കത് ഒരു റൗണ്ട് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് കഴിയും. അതെന്തുകൊണ്ട്? അത് ആവറേജ് വീതിയുള്ള റോഡാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റും റൈറ്റും തിരിക്കാം. എന്നാൽ ചെറിയ റോഡുകളൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിയുന്ന അവസരങ്ങളിൽ റൈറ്റ് തിരിയുമ്പോൾ ഏകദേശം ഒരു റൗണ്ടും ലെഫ്റ്റ് തിരിയുമ്പോൾ ഏകദേശം ഒരു 1.5 റൗണ്ടും തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ടേൺ എടുക്കാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വൈകിട്ട് കൃത്യം 6 മണിക്ക് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.